ഹായ് എവ്രി വൺ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോവൻ സ്റ്റൈൽ ബീഫ് കറിയാണ്. വാളംപുളിയും മല്ലിയിലയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതൊക്കെ നന്നായിട്ട് ചേർത്തരച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. അതേപോലെ തന്നെ മസാലക്കുത്തൊന്നും അങ്ങനെ അധികം ഇല്ലാത്തൊരു കറിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങിലേക്ക് ഒന്ന് പോയാലോ? നമുക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി, പച്ചമുളക്, മല്ലിയില, കുറച്ച് മസാല ഐറ്റംസ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ പൊടിയായി അരിഞ്ഞ സവാളയും പൊട്ടറ്റോയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അരച്ച മസാലയും ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉള്ള ഉപ്പ്, വാളംപുളി പിഴിഞ്ഞത് അതും ചേർക്കാം. ഇനി നമുക്ക് 3-4 ഉണക്കമുളക് ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് അതും നമുക്ക് ആഡ് ചെയ്യാം. മസാലകളൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം തുറന്നിട്ട് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി അതും കൂടെ ആഡ് ചെയ്യാം. അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പ്രോസസ്സ് ഫിനിഷായി. ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുള്ള കറി തന്നെയാണിത്. നമുക്കിത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ ചേർക്കാം. ഇവിടെ നമുക്ക് ഉള്ളി വടറ്റലോ തേങ്ങാപ്പാൽ എടുക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലുള്ള റെസിപ്പീസ് ശരിക്കും നമുക്ക് ഭയങ്കര അനുഗ്രഹമാണ്. നമ്മളുടെ ഹോം കുക്കിംഗ് വേറെ ലെവലാക്കും. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെർത്താണ്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ബീഫ് അല്ലാതെ വേറെ ഏത് മീറ്റ് വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെയൊക്കെ ട്രൈ ചെയ്തെടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ പ്ലീസ് ഫോളോ മൈ കുക്കിംഗ് ലാബ്. ഞാനിതുപോലെ ഈസി ആയിട്ടുള്ള ഡിഷസാണ് റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.